ദൃശ്യം 1 ആക്ച്വലി ഞാനതൊരു അന്ന് ഒരു ഫാമിലി ഡ്രാമ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കരുതിയത്. പിന്നെ ആൾക്കാരത് ഫാമിലി ത്രില്ലറൊക്കെ ആക്കി. സെക്കൻഡ് വന്നപ്പം ഈ പറഞ്ഞ പോലെ ഹൈപ്പും ഇതൊക്കെ വന്നപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ആയപ്പോൾ ഞാൻ കയറി അറിയാതെ ഇത് പറഞ്ഞു പോയി. ഇതിനകത്ത് ട്വിസ്റ്റൊന്നുമില്ല. നമ്മുടെ എല്ലാ ഇപ്പോൾ കഥകളി ആയാലും അല്ലെങ്കിൽ ഡാൻസ് ഫോമിലും എല്ലാം കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ണുകളാണ്. അപ്പോൾ അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഒരു കാര്യമാണ് കണ്ണുകൾ എന്ന് പറയുന്നത്. ലാൽ സാറിൻ്റെ ക്യാരക്ടറിന് അറിയില്ല, അയാളൊരു വക്കീലാണ്. അപ്പം ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ വെച്ച് ഇങ്ങനെയല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു പുള്ളി അതിന് മറുപടി പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂ ചെയ്തപ്പം കണ്ണാണ്. കാരണം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാമ്പിൾ. ആദ്യം റിയാക്ട് ചെയ്തത് കണ്ണാ. എല്ലായ്പ്പോഴും പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ലീഷയാണ് ഈ കണ്ണുകളുടെ അഭിനയം എന്ന് പറയുന്നത്. ക്ലീഷ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ആളുകൾ പറഞ്ഞതൊരു ക്ലീഷ എന്നുള്ളത്. ഇപ്പൊ ഈ സിനിമയുടെ ടീസർ അല്ല, ഇതില് ഈ പിന്നെ നോട്ടം, സിദ്ദിഖയുടെ ക്യാരക്ടർ പറയുന്ന സമയത്തുള്ളൊരു നോട്ടം, അല്ലെങ്കിൽ ഈ പിന്നെ കണ്ണിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടവും ഇതൊക്കെ, ഇത് നമ്മൾ എത്രയോ സിനിമയിൽ കണ്ടിട്ടുള്ളത് മാത്രമല്ല, ഈ ഒരു ബർത്ത്ഡേ മാഷപ്പ് പോലെ ലാലേട്ടൻ്റെ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഒരു വൈറ്റ് ജുബ്ബ ഇട്ടിട്ട് ഗൾഫിലെ മറ്റൊരു ഷോയുടെ സമയത്ത് കണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സീക്വൻസ് അടക്കം എല്ലാവരും ഓർമ്മയിലടക്കം ഉണ്ടാവും. ഈ ശരിക്കും അങ്ങനെ ഒരു കണ്ണിനെ കുറിച്ച് പറയുന്നതിൽ ഒരു കഥയുണ്ടോ? കണ്ണിന് അങ്ങനെ ഒരു കഥ പറച്ചിൽ? എല്ലാവർക്കും കണ്ണുകൾ, നമ്മൾ സംസാരിക്കുന്നത് കണ്ണുകളിലൂടെ എല്ലാവരും. ഇപ്പം എന്നോട് ചോദിക്കുന്നതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതന്നെ കണ്ണിൽ നോക്കിയാണ്. ആ കഥാപാത്രത്തിന് ഒരുപക്ഷെ സിദ്ദിഖിനെ നോക്കാൻ ആ സമയത്ത് പറ്റുന്നില്ല. കാര്യം അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ടാവും. നമ്മൾ അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് സിദ്ദിഖിനെ നോക്കാനൊരു മടി ഉണ്ടാവില്ല. നമ്മൾ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്ന സമയത്തുള്ള ആ ഒരു ഗ്യാപ്പിലാണല്ലോ നമ്മൾ ഒരു ആക്ടറിന് അഭിനയിക്കാൻ പറ്റുന്നത്. ആ സമയത്ത് അയാൾ വേറൊരാളായിട്ട് ആ ഒരു എൻ്റെ റിയാക്ഷൻ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാ ഇപ്പോൾ കഥകളിയായാലും അല്ലെങ്കിൽ ഡാൻസ് ഫോമിലും എല്ലാം കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ണുകളാണ്. അപ്പോൾ അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഒരു കാര്യമാണ് കണ്ണുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലാതെയോ കരയുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും, ഇപ്പം സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴൊക്കെ കണ്ണുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുന്നതെന്ന് പറയുന്നത് എത്രയോ മാഗ്നിഫൈ ചെയ്താണ് കാണുന്നത്. അതുകൊണ്ടാണ് ക്ലോസപ്പ് ഷോട്ടുകൾക്ക് പ്രാധാന്യമുള്ളത്. അത് അതിൻ്റെ ഒരു കറക്റ്റ് സമയം കൊടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അരോചകമായിട്ട് മാറും. അത് ഒരു ഡയറക്ടറുടെ ബ്രില്യൻസാണ്, അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ബ്രില്യൻസാണ്. നമ്മൾ ഒരു എക്സ്പ്രഷൻ എത്രയോ വലിയതായി മാഗ്നിഫൈ ചെയ്ത് കാണുന്നത് കൊണ്ടാണ് അത് കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത്. നമ്മളല്ലാതെ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു ഇതിലൊരു മൊമെന്റ്സ് ഉണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സിനിമയിൽ എങ്ങനെയാണ് അത് എഡിറ്റിങ്ങിൽ അതിൻ്റെ ഏറ്റവും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് അവർ കട്ട് ചെയ്തിടുന്നത്. അത് നമ്മളതല്ലാതെ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ആ ഇപ്പോൾ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടർക്ക് ആവശ്യമുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടുന്നവരെ ചിലപ്പോൾ അത് ഹോൾഡ് ചെയ്യും. ആ ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ആവശ്യമുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ മാത്രമേ അവരത് ഉപയോഗിക്കുള്ളൂ. അത് നമ്മുടെ അല്ല, അതൊരു എഡിറ്റിങ്ങിനും അവരുടെ ഒരു ബ്രില്യൻസാണ്. അല്ല, ഈ കണ്ണുകളുടെ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്തൊരു ഒരു സ്ഥലമുണ്ട്. ഒരാളെ കയറ്റി നിർത്തി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു വക്കീലാണ് ചോദിക്കുന്നത്. വക്കീലായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ ആ ചോദ്യവും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യമൂടെ പറഞ്ഞു. കാരണം ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ലാൽ സാറിൻ്റെ ക്യാരക്ടറിന് അറിയില്ല, അയാളൊരു വക്കീലാണ്. അപ്പം ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ വെച്ച് ഇങ്ങനെയല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു പുള്ളി അതിന് മറുപടി പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂ ചെയ്തപ്പം കണ്ണാണ്. കാരണം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാമ്പിൾ. ആദ്യം റിയാക്ട് ചെയ്തത് കണ്ണാ. ആ ഷോട്ട് ശ്രദ്ധിച്ചു. കാരണം അയാൾ അഡ്വക്കേറ്റ് ആണെന്നറിയില്ല. കാരണം ഇയാൾ ഇങ്ങനെയൊക്കെ എന്താ പറയുക, ആ ഡയലോഗ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു വക്കീലാണ് എന്ന് പറയുന്നത്. അപ്പം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഈ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ആ കണ്ണങ്ങ് വിശ്വസിച്ചു എന്ന്. അതാണ് അതിൻ്റെ ഇത്. ഈ ഡയലോഗ് ഇതാണ് വരുന്ന ഡയലോഗ് എന്ന് വായിക്കുന്ന ലാൽ സാറിന് അറിയാം. പക്ഷേ ആ സമയത്ത് അത് കറക്റ്റായിട്ട് റിയാക്ട് ചെയ്തു. ഒരു പുതിയ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് 3-4 സിനിമകളിൽ അഡ്വക്കേറ്റായിട്ട് അഭിനയിച്ചു. അതൊക്കെ പറയുന്നേ ഉള്ളൂ, അഡ്വക്കേറ്റാണ് അല്ലെങ്കിൽ കോടതിയിൽ 1-2 സിനിമ. പക്ഷേ ഇതിൽ നമ്മളൊരു 60-70% കോർട്ട് പ്രൊസീജിയർ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സിനിമയിൽ നമ്മൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, സാധാരണ ആ സിനിമകളിലൊക്കെ സാക്ഷി പ്രതി ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. ശരി, കോടതിയിൽ അങ്ങനെയല്ല. ജഡ്ജിൻ്റെ നേരെ അവിടെയാണ് നിൽക്കുന്നത്. അവർക്ക് അങ്ങനെ അധികം സംസാരിക്കാനൊന്നും ഇല്ല. നമ്മുടെ ഈ പ്രതിക്കൂട്ടിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറയുന്നതൊക്കെ നമ്മുടെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത്തരം സിനിമകളാണ്. ഇത് വളരെ ഒരുപാട് ലോജിക്കൊക്കെ നോക്കി ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഒരു സെറ്റ് ഇടുകയും എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തെറ്റ് വരാൻ സാധ്യത ഉണ്ടാകാം. പക്ഷെ അങ്ങനെ വരാൻ ശ്രമിച്ചിട്ടില്ല. വളരെയധികം സൂക്ഷ്മമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട് കോർട്ടിലും.
നമ്മൾ ഡ്രസ്സ് ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എണീറ്റിരിക്കുമ്പോൾ അതിൻ്റെ ബട്ടൺ അഴിക്കുന്നത്, ഇടുന്നത്, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മളതിനെ മാക്സിമം അതെല്ലാം ചെയ്തുകൊണ്ടാണ്. അപ്പം സാധാരണ ഒരു സിനിമയിലെ അഡ്വക്കേറ്റ് പോലല്ല, ഇയാളൊരു വലിയൊരു കേസ് വാദിക്കാൻ വന്നിരിക്കുന്നതാണ്. നമ്മൾ ഏതാണ്ട് സിനിമയുടെ ഒരു 75% കോർട്ട് റൂമിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് കുറച്ചുകൂടെ കൂടുതൽ കെയർ എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ ഒരു പ്രൊഫഷൻ 100% വക്കീലായിട്ട് തന്നെയാണ് നമ്മൾ അഭിനയിച്ചിരിക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അല്ല, നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ഇൻറ്റൻസ്ഡ് ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. കാര്യം അയാൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന കേസും അങ്ങനത്തെയാണ്. അതിൽ സക്സസ് ആവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അയാൾ ഇറങ്ങിയിട്ട് അത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു ഡിലമയും പുള്ളിക്കുണ്ട്. അത് എന്തായി മാറുന്നു എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പോഴും ദൃശ്യത്തിൻ്റെ 10ാം വർഷം തിയേറ്ററിലെത്തുന്ന സിനിമ ഇതൊക്കെ ജീത്തു പറയും. പക്ഷേ ദൃശ്യം ഉണ്ടാക്കുന്ന ഒരു ഭാരവും ബാധ്യതയും, അതിനൊപ്പം ദൃശ്യം പ്ലസ് മോഹൻലാൽ ഒന്നിച്ചു വരുന്നു. അപ്പോൾ എന്തായാലും ഇതിലൊരു ത്രില്ലർ എലമെന്റ് ഉണ്ടാവും, അത് ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണെന്നൊക്കെ ആളുകൾ പറയില്ലേ? അല്ല, അത് പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ദൃശ്യം 1 ആക്ച്വലി ഞാനതൊരു അന്ന് ഒരു ഫാമിലി ഡ്രാമ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കരുതിയത്. പിന്നെ ആൾക്കാരത് ഫാമിലി ത്രില്ലറൊക്കെ ആക്കി. സെക്കൻഡ് വന്നപ്പം ഈ പറഞ്ഞ പോലെ ഹൈപ്പും ഇതൊക്കെ വന്നപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ആയപ്പോൾ ഞാൻ കയറി അറിയാതെ ഇത് പറഞ്ഞു പോയി, അതിനകത്ത് ട്വിസ്റ്റൊന്നും ഇല്ലാന്ന്. അത് കാരണം ഇപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ചെയ്ത സിനിമകളിൽ, ആ ത്രില്ലർ സിനിമകൾക്കൊക്കെ ഒന്നെങ്കിൽ ഒരു ക്രൈം നടന്നു, ഒന്നുകിൽ ഒളിപ്പിക്കുന്നു, അതിൻ്റെ ടെൻഷൻ, അതിനകത്തുണ്ടാകുന്ന ട്വിസ്റ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെമ്മറീസ് നടക്കുന്നു, ആരാണ്, ഹൂ ഡൺ ഇറ്റ്, അതിൻ്റെ സസ്പെൻസ്, ഇങ്ങനെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സംഭവങ്ങൾക്കെല്ലാം ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്, അതിൻ്റെ ലീഗൽ സൈഡ്. ഇതിലെ ക്രൈമിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ലീഗൽ സൈഡാണ്. ഒരു ക്രൈം നടന്നു, പ്രതിയെ പിടിച്ചു, ക്രൈം സോൾവ് ചെയ്ത് കഴിഞ്ഞു, പ്രതിയെ പിടിച്ചു, അടുത്ത സ്റ്റേജിലാണ് ഇപ്പം ഞങ്ങൾ വഹിക്കുന്നത്. ഇത് കോടതിയിൽ വരുമ്പോൾ പ്രതിയെ പിടിച്ചെന്ന് ഓർത്തുകൊണ്ട് കോടതി ശിക്ഷിക്കണം എന്നുണ്ടോ? എത്രയോ കേസുകൾ നമുക്കറിയാം, പ്രതിയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ അയാൾ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതാണ് ഈ ഏരിയ. അവിടെ എവിടെയാണ് സസ്പെൻസിന് പ്രസക്തി. അപ്പം ആ പ്രതി കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഡിഫൻസ്, പ്രോസിക്യൂഷൻ ഇവർ തമ്മിലുള്ള മത്സരം, ഒരാൾ രക്ഷിക്കാൻ നോക്കുന്നു, ഒരാൾ ശിക്ഷിപ്പിക്കാൻ നോക്കുന്നു. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ ഒത്തിരി ഇമോഷണൽ ഏരിയാസ് ഉണ്ട്, ട്രോമാസ് ഉണ്ട്. വക്കീലന്മാർ അവരെ സംബന്ധിച്ചുള്ള രണ്ട് സൈഡിലുള്ള വക്കീൽ അവർ സിൻസിയറായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഓരോ സെറ്റ് ബാക്സ് വരുമ്പോഴും അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതൊക്കെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അതുപോലെ പ്രതിക്കൊരു ഇമോഷനുണ്ട്, പ്രതിയുടെ ഫാമിലിക്കൊരു ഇമോഷനുണ്ട്, വിക്ടിമിനൊരു ഇമോഷനുണ്ട്. ആ അവരുടെ കൂടെ നിൽക്കുന്ന ജൂനിയേഴ്സ് എല്ലാവരും ടെൻസ്ഡാണ്. ആ ഏരിയയാണ് നേരെന്ന് പറയുന്ന സിനിമ നമ്മൾ പോർട്രേ ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഒരു സസ്പെൻസ് ത്രില്ലറിനുള്ള സ്കോപ്പില്ല. പക്ഷെ ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താവും, എങ്ങോട്ടാണിത് പോകുന്നത്, ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഒരു സെറ്റ് ബാക്ക് വരുന്നു, അത് പ്രോസിക്യൂഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, പ്രോസിക്യൂഷൻ തിരിച്ചടിക്കുമ്പോൾ വിറ്റ്നസ് അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും. ഇതാണ് ഈ ഒരു നിയമയുദ്ധമാണ് നേരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സസ്പെൻസ് ത്രില്ലറിന് പ്രതീക്ഷ വന്നാൽ ഡിസപ്പോയിൻറ്റഡ് ആവും. ഇനിയിപ്പം വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, അല്ലാത്തവർ വന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോവുക. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.